Okay students, today's topic is problems of unhygienic oral cavity. Introduction. Certain patients are prone to oral problems because of lack of knowledge. Good oral hygiene includes daily stimulation of the gums and brushing of teeth. Definition of oral hygiene is oral hygiene cleaning the teeth and the oral cavity of the patient. It includes the measures to prevent the spread of disease from mouth and increase the comfort of the patient. So, oral hygiene is the maintenance of cleanliness of oral cavity, which means oral cavity include the mouth, teeth, tongue, gums and lips. Brushing and flossing teeth thoroughly twice a day and washing the mouth after each meal help to keep the mouth clean and to prevent complication. So the definition of oral hygiene is, it is the maintenance of cleanliness of oral cavity, or it is the cleaning of the teeth and oral cavity of the patient. That is oral hygiene definition. Next we can see what all are the purposes of oral hygiene, or what are the purposes of maintaining oral hygiene. To maintain the healthy state of mouth, gums, teeth and lips. So oral hygiene ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ oral cavity, അതായത് മൗത്തും ഗംസും ടീത്തും ലിപ്സും ഒക്കെ ഹെൽത്തി സ്റ്റേറ്റിലിരിക്കുകയുള്ളൂ. ആൻഡ് ടു റിമൂവ് ഫുഡ് പാർട്ടിക്കിൾസ് ഫ്രം ആൻഡ് ബിറ്റ്വീൻ ദ ടീത്ത്. പല്ലിനുള്ളിലൊക്കെ പറ്റിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ റിമൂവ് ആവണമെങ്കിൽ വി ഹാവ് ടു ഡു ഓറൽ ഹൈജീൻ ആൻഡ് ടു സ്റ്റിമുലേറ്റ് അപ്പിറ്റേറ്റ്. അപ്പിറ്റേറ്റ് മീൻസ് വിശപ്പ്. അപ്പോൾ നമ്മൾ വിശപ്പൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. ദെൻ ടു പ്രൊവൈഡ് എ സെൻസ് ഓഫ് വെൽബീയിങ്, നീറ്റ് ആൻഡ് ക്ലീൻ അപ്പിയറൻസ് പേഷ്യൻസിന് കൊടുക്കാനും അതുവഴി എ സെൻസ് ഓഫ് വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. ആൻഡ് ടു റിമൂവ് ഡെൻ്റൽ പ്ലേക്ക്. ഡെൻ്റൽ പ്ലേക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓറൽ ഹൈജീൻ കൊണ്ടാണ് സഹായിക്കുന്നത്. ഡെൻ്റൽ പ്ലേക്ക് മീൻസ് ദീസ് ആർ ദ സോഫ്റ്റ് ഓർ തിൻ ഫിലിംസ് ഓഫ് ഫുഡ് ഡെബ്രീസ്, മ്യൂക്കസ് ആൻഡ് ഡെഡ് എപ്പിത്തീലിയൽ സെൽസ് വിച്ച് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ ടീത്ത്. ടീത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഫുഡ് വേസ്റ്റിൻ്റെയും മ്യൂക്കസിൻ്റെയും എപ്പിത്തീലിയൽ സെൽസിൻ്റെയും ഒക്കെ ആ ഒരു സോഫ്റ്റ് തിൻ ഫിലിമിനെയാണ് നമ്മൾ ഡെൻ്റൽ പ്ലേക്ക് എന്ന് പറയുന്നത്. സോ ഓറൽ ഹൈജീൻ ഈസ് ഹെൽപ്പ് ടു റിമൂവ് ഡെൻ്റൽ പ്ലേക്ക്. And final purpose of the oral hygiene is to prevent sores and infection of the oral tissue. Oral tissue inde infection okke കുറയ്ക്കാൻ വേണ്ടിയിട്ടും അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓറൽ ഹൈജീൻ സഹായിക്കുന്നുണ്ട്, അല്ലെ ഓറൽ കെയർ സഹായിക്കുന്നുണ്ട്. ദെൻ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ്. സീരിയസ്ലി ഇൽ പേഷ്യൻറ്റ്, പേഷ്യൻറ്റ് വിത്ത് ഫീവർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റ്, അൺകോൺഷ്യസ് പേഷ്യൻറ്റ്, പേഷ്യൻറ്റ് ബ്രീത്തിങ് ത്രൂ മൗത്ത്, പാരലൈസ്ഡ് പേഷ്യൻറ്റ്, patient with infections and disease of the mouth, finally patients under anesthesia. അപ്പോൾ ഇത്രയും ആളുകൾക്കാണ് നമ്മൾ ഓറൽ ഹൈജീൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാർ. ബാക്കി എല്ലാവരും തന്നെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് ജസ്റ്റ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ്, വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ് റിലേറ്റഡ് ടു പ്രോബ്ലംസ് ഓഫ് അൺഹൈജീനിക് ഓറൽ കാവിറ്റി നോക്കാം. ഹാലിറ്റോസിസ്, സ്റ്റൊമാറ്റൈറ്റിസ്, Pyorrhea, root abscess, tonsillitis, sinusitis, parotitis, Glossitis, sores and crust, adenitis, otitis media, inhalation pneumonia, nephritis, joint disease, rheumatic heart disease, loss of appetites are the general complications. Let's see each one. First one is halitosis. Halitosis is otherwise known as bad breath. It refers to unpleasant or bad odor of breath. ബാഡ് ഓർഡർ ആണ്, വായനാറ്റത്തിനെയാണ് നമ്മൾ ഹാലിറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാലിറ്റോസിസ് കോസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡ്രൈ മൗത്ത്, ഇൻഫെക്ഷൻസ് ഇൻ ദ മൗത്ത്, ടോൺസിൽ, സ്റ്റോൺസ്, ഇതൊക്കെയാണ് ഈ ബാഡ് ബ്രെത്ത് ഉണ്ടാക്കുന്നത്, വായനാറ്റം ഉണ്ടാക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ അൺപ്ലസൻറ്റ് ഓർ ബാഡ് ഓർഡർ ഓഫ് ദ breath. Saliva is essential for keeping the mouth moist and it helps to fight against pathogens in the oral environment. Poor oral hygiene lead to accumulation of this organism in the mouth and thereby there will be development of bad breath. വായനാറ്റം എന്ന് പറയുന്നത്.
പിന്നെ അതുകൂടാതെ certain drugs like antihypertensive drugs, diuretics diminish salivary production. അങ്ങനെ അതും ഡ്രൈ മൗത്ത് കൊണ്ട് വായനാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇതാണ് plaque. Here you can see plaque കാണാൻ പറ്റുന്നുണ്ട്. So next one is gingivitis. It is the inflammation of the gums. ഗംസിലുള്ള ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയുന്നത്. ആ പ്ലേക്ക് ഒക്കെ വന്നിട്ടാണ് നമ്മളെ ഗംസ് ഇൻഫ്ലെയിംഡ് ആവുന്നത്. The signs and symptoms include redness, pain and bleeding from the gums. And it is the first sign of periodontal disease. It is commonly in patients with diabetes mellitus and patients who breathe through mouth. മൗത്ത് ബ്രീത്ത് എടുക്കുന്നവർക്കും പ്രോപ്പറായിട്ട് ഇത് ചെയ്യാത്തവർക്കും ബ്രഷിങ് ചെയ്യാത്തവർക്കുമാണ് ജിഞ്ചൈവൈറ്റിസ് വരുന്നത്. ഹിയർ യു ക്യാൻ സീ ദ അക്യുമുലേഷൻ ഓഫ് പ്ലേക്ക് അക്യുമുലേറ്റ് ചെയ്തിട്ട് പ്ലേക്ക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് തിൻ ഫിലിം ഓഫ് ഫുഡ് ഡെബ്രീസ് മ്യൂക്കസ് ആൻഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. അപ്പോൾ അത് വന്നിട്ടാണ് നമ്മളെ ഗംസിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പയോറിയ, വിച്ച് മീൻസ് common periodontal disease result in the formation of pus in the socket of teeth. അത് ദയവ് ചെയ്തിട്ട് തിരുത്തി വായിക്കാൻ അപേക്ഷ. ഫോമേഷൻ എന്നാണ്. ഫോമേഷൻ ഓഫ് പസ് ഇൻ ദ സോക്കറ്റ് ഓഫ് ടീത്ത്. ടീത്തിൻ്റെ സോക്കറ്റിൽ പസ് നിറഞ്ഞിട്ട് പല്ല് കേടാവുന്ന അവസ്ഥേനെയാണ് പയോറിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പെരിയോഡോണ്ടൽ ഡിസീസ്. Chronic gingivitis causes inflammation to spread and destroy underlying bone causing periodontitis. നമ്മൾ നേരത്തെ കണ്ട ജിഞ്ചൈവൈറ്റിസ് ആണ് ഇതിന് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. It may lead to mobility of teeth. In the final stage there is destruction in the surrounding structures and causes teeth either to become loose or fall off. ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഹെൽത്തി ഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജിഞ്ചൈവൈറ്റിസ് ആയത് കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് വൺ നിങ്ങൾക്ക് പെരിയോഡോണ്ടിസ് വന്നിട്ട് ഫൈനലി ലൂസ് ഓർ ഫാൾ ടു ഓഫ്. ചിലപ്പോൾ അത് പൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ is Cheilosis. It is the cracking or ulceration of the lips and angle of mouth. കീലോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കീലോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്രാക്കിംഗ് ഓർ അൾസറേഷൻ ഓഫ് ദ ലിപ്സ് ആൻഡ് ആങ്കിൾ ഓഫ് മൗത്ത്. മൗത്തിൻ്റെ ആങ്കിളിലും ലിപ്സിലും ഒക്കെ ക്രാക്കിങ്ങും അൾസറേഷനും ഉള്ളതിനാണ് നമ്മൾ കീലോസിസ് എന്ന് പറയുന്നത്. മെയിൻലി വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി കൊണ്ടൊക്കെയാണ് കീലോസിസ് ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ആങ്കുലാർ കീലൈറ്റിസ് ഓർ ആങ്കുലാർ സ്റ്റൊമാറ്റൈറ്റിസ്. ആങ്കുലാർ കീലൈറ്റിസ് എന്നും ആങ്കുലാർ സ്റ്റൊമാറ്റൈറ്റിസ് എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇതും ആങ്കുലാർ കീലൈറ്റിസ് തന്നെയാണ്. ക്രാക്ക്ഡ് ലിപ്സ് ആൻഡ് ആങ്കിൾസ്, അത് ആങ്കിൾസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്, അൾസറേഷൻ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റൊമാറ്റൈറ്റിസ്. ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓറൽ മ്യൂക്കോസ. Stomatitis refers to the inflammation of the mucous membrane of the mouth. Mucous membrane of the mouth il varuna inflammation aanu nammal stomatitis ennu parayunnathu. It occurs due to the side effect of certain drugs such as chemotherapeutic agents. Cancer ni use cheyna chemotherapeutic agents adupole radiation therapy allengi vitamin deficiencies okkeyana ee stomatitis cause cheyyunnathu. Here you can see the picture. Then Cancrum oris. It is the cancranious stomatitis. Cancranious stomatitis ആണ് നമ്മൾ Cancrum oris എന്ന് പറയുന്നത്. അതൊരു ഫാറ്റൽ ഇൻഫെക്ഷൻ ഓഫ് ദ മൗത്ത് ആണ്. യൂഷ്വലി കുട്ടികൾക്ക് വരുന്ന ഒരു അസുഖമാണ്. മെയിൻലി ഏജ് ഓഫ് 1 to 16 വിത്ത് പീക്ക് ഇൻസിഡൻസ് അറ്റ് ഏജ് ഓഫ് 1 to 4. 1 to 4 ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ Cancrum oris കാണുന്നത്, വിച്ച് മീൻസ് cancranious stomatitis. It destroyed soft tissues and bones of the oral and para-oral structures. അവിടെയുള്ള മൊത്തം
സ്ട്രക്ചറിനെയും അത് ഡിസ്ട്രോയ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണുന്നില്ലേ? ആ ബോൺ സ്ട്രക്ചേഴ്സിനെ ഒക്കെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കാൻക്രേനിയസ് സ്റ്റൊമാറ്റൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. കാൻക്രം ഓറിസ് കുട്ടികളിലാണ് വരുന്നത്. പീക്കായിട്ട് വരുന്നത് 1 to 4 ഇയേഴ്സിലുള്ള കുട്ടികളിലാണ്. ചിലപ്പോൾ മരണം കാരണമായേക്കാവുന്ന ഒരു ഇൻഫെക്ഷനാണ് കാൻക്രം ഓറിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഗ്ലോസൈറ്റിസ്. ഗ്ലോസൈറ്റിസ് മീൻസ് ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്. ടങ് ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഒക്കേഴ്സ് ആസ് സൈഡ് എഫക്റ്റ് ഓഫ് സർട്ടൻ കീമോതെറാപ്യൂട്ടിക് ഏജൻറ്റ്സ്. ദ നെക്സ്റ്റ് വൺ ഇസ് പാരോടൈറ്റിസ്. ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ parotid gland. Parotid gland എന്ന് പറയുന്നത് ഒരു സലൈവറി ഗ്ലാൻഡ് ആണ്. അപ്പോൾ ആ ഗ്ലാൻഡിൻ്റെ ഇൻഫ്ലമേഷനെയാണ്, വീക്കത്തിനെയാണ് നമ്മൾ പാരോടൈറ്റിസ് എന്ന് പറയുന്നത്. സ്വൊള്ളൻ പരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് നമ്മൾ പാരോടൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ മംസ് എന്നും പറയാറുണ്ട്, മുണ്ടിവീക്കം എന്നൊക്കെ പറയാറുണ്ട്. സ്വൊള്ളൻ പരോട്ടിഡ് ഗ്ലാൻഡ്സ് സൈഡ്സ് ഓഫ് ദ ചീക്കിലാണ് മെയിൻലി വരുന്നത്. Then next one is Sinusititis. It is the inflammation of the sinus cavity. ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഇൻഫ്ലമേഷൻ ഓഫ് ദ സൈനസ് ക്യാവിറ്റി. ഇതും ഓറൽ ഹൈജീൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളിലായിട്ട് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ സൈനസ് ക്യാവിറ്റി. The next one is Tonsillitis and Adenitis. It is an infection of tonsils is known as tonsillitis, and infection of the adenoids is known as adenitis. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ മൗത്ത് രണ്ട് ഇരുവശങ്ങളിലായിട്ട് ടോൺസിൽസ് സിറ്റുവേറ്റഡ് ആണ്. ആ ടോൺസിൽസിൻ്റെ വീക്കത്തിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫെക്ഷനെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ദെൻ അഡിനൈറ്റിസ്. അഡിനൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡിൻ്റെ ഇൻഫ്ലമേഷനും ജനറലൈസ്ഡ് ആയിട്ട് പറയാൻ യൂസ് ചെയ്യുന്ന ടേമാണ് അഡിനൈറ്റിസ് എന്ന് പറയുന്നത്. ഓഫൺ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ലിംഫ് അഡിനൈറ്റിസ്. ലിംഫ് അഡിനൈറ്റിസ് ആണ് നമ്മൾ യൂഷ്വലായിട്ട് പറയുന്നത്. ഇറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിംഫ് നോഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അഡിനൈറ്റിസ്. നെക്സ്റ്റ് വൺ ഈസ് ടോൺസിലൈറ്റിസ്. Next one is otitis media. Otitis media is an infection of the air-filled space behind the eardrum, that is middle ear. Middle earലുള്ള ഇൻഫെക്ഷനെയാണ് നമ്മൾ ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. In this picture you can see this is the normal middle ear and this is the inflamed middle ear. അപ്പോൾ inflamed middle earനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. It is the infection of the middle ear. That is otitis media. The next one is other problems include, അപ്പോൾ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് അൺഹൈജീനിക് ഓറൽ ക്യാവിറ്റി. ഇനി വേറെ അതേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഇൻഫെക്ഷൻസ് ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വായ കൃത്യമായിട്ട് ശുചിയാക്കിയിട്ടില്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ദാറ്റ് അഫക്ട് ദ ടീത്ത് പൾപ്പ് ക്യാവിറ്റി ക്യാൻ സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി. സ്ട്രെപ്റ്റോകോക്കൽ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, നമ്മുടെ മൗത്തിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ, അത് കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മൾ വ്യക്തി ശുചിത്വം പാലിച്ചിട്ടില്ല എങ്കിൽ, ബ്രഷിങ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അതർ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ആയിട്ട് അതർ പാർട്സിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് സ്റ്റൊമക്കിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. ദാറ്റ് ഈസ് നോൺ ആസ് ഗ്യാസ്ട്രൈറ്റിസ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ദ ഇൻക്ലൂഡ് ഗ്യാസ്ട്രൈറ്റിസ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്കാണ്. നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇൻഫെക്ഷനും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ജോയിൻറ്റ്സ് നോൺ ആസ് റുമാറ്റിക് ആർത്രൈറ്റിസ്. അപ്പോൾ ഈ രണ്ട് അസുഖങ്ങളാണ് ഇത് കൂടാതെ വരുന്ന സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കൊണ്ട് അതർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ ഓറൽ ഹൈജീനിക് അല്ലാത്തതുകൊണ്ട് വരുന്ന രണ്ട് അസുഖങ്ങളാണ്. ഒന്ന് ഗ്യാസ്ട്രൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്, ദാൻ റുമാറ്റിക് ആർത്രൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ് ഓഫ് അൺഹൈജീനിക് ഓറൽ ക്യാവിറ്റിയിൽ പറയാനുള്ളത്. ഹാലിറ്റോസിസ്, ഡെൻ്റൽ കാരീസ്,
Local infections, gingivitis, periodontal diseases, Cheilosis, Stomatitis, Cancrum oris, Glossitis, Parotitis, Sinusititis, Tonsillitis, Adenitis and finally otitis media. പിന്നെ ഇത്രയും local infections ആണ് വരാൻ സാധ്യതയുള്ളത്. Then systemic infections like they include gastritis, rheumatic arthritis. This all about today's topic. Thank you.